ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന 9ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അവയുടെ നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്താണ് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്താണെന്നാണ് നോക്കാം. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് ഡി എക്സ് ജി എഫ് വൈ ഡി വൈ സീക്വൽ ടു 0. അതായത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സും അതിൻ്റെ ഡിഫറൻഷ്യൽ എക്സ് ഡി എക്സും എഫ് ഓഫ് എക്സ് ഡി എക്സ് അതൊന്നിച്ച് എഫ് ഓഫ് വൈ ഡി വൈ ഇതൊന്നിച്ച് എഴുതുന്നു. അതായത് എക്സും ഇപ്പം എക്സ് ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. എക്സും ഡി എക്സും വൈയും ഡി വൈ ഇതൊന്നിച്ച് നമ്മൾ എഴുതുക. അങ്ങനെ വരുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അതായത് എക്സും ഡി എക്സും ഒന്നിച്ച് വൈയും ഡി വൈയും ഒന്നിച്ച്. ഇവിടെ നോക്കി -3x ഡി എക്സ് എക്സും ഡി എക്സും ഒന്നിച്ച് 5y ഡി വൈ വൈ ഡി വൈയും ഒന്നിച്ച് ഡി എക്സ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എക്സിൻ്റെ ടേംസ് എല്ലാം ഒന്നിച്ച് വൈയുടെ ടേംസ് എല്ലാം ഒന്നിച്ച്. ഇങ്ങനെയുള്ള ആ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം. ദാറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സും ഡി എക്സും ഒന്നിച്ച് പ്ലസ് ജി എഫ് വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈയും ഡി വൈ ഒന്നിച്ച്. ഇങ്ങനെ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയും. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, എന്താണ് സോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുകയാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത് ഏത് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ പറയുകയാണ് വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ പറയുന്നു വൈ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഈ ഒരു ഫംഗ്ഷൻ ഞാൻ കൺസിഡർ ചെയ്താൽ ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ഡി എക്സ് ഓഫ് മൈനസ് കോസ് എക്സ് പ്ലസ് ഡി വൈ ഡി എക്സ് ഓഫ് സി കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് തന്നെ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ മൈനസ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ് പ്ലസ് 0 എന്ന് വരും. ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആണ്. സോ ദിസ് ഈസ് സൈൻ എക്സ് പ്ലസ് 0 ഇടുന്നില്ല, സൈൻ എക്സ് എന്ന് എഴുതും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ സൈൻ എക്സ് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത് അറിയാൻ വേണ്ടി നമുക്ക് മനസ്സിലായി വൈ ഈസ് ഈക്വൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് തന്നെ തോന്നി വൈ ഈസ് ഈക്വൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ഡിഫറൻഷ്യേറ്റ് ചെയ്താലായിരിക്കും ഇത് വരുന്നതെന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനെ അതുകൊണ്ട് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ജനറൽ സൊല്യൂഷനാണ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് ഒറിജിനൽ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴാണ് അത് കിട്ടുന്നതെന്ന് പറയുന്നതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ സൈൻ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. ഇനിയും ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ ഏതാണ്, അതാണല്ലോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. ഞാൻ രണ്ട് സൈഡ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രേറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഡി എക്സ് ശരി ഇൻ്റഗ്രേറ്റ് സൈൻ എക്സ് ഡി എക്സ് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. നമുക്കറിയാം ഇൻ്റഗ്രലും ഡിഫറൻഷ്യേറ്റും കൂടെ ഒന്നിച്ച് വന്നാൽ രണ്ടും ഒരു ഇൻവേഴ്സ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്കിതിനെ വൈ എന്നങ്ങ് എഴുതും ഇല്ലേ? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടോ? ഒന്നിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈ എന്നങ്ങ് എഴുതും. സീക്വൽ ടു
സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ജനറൽ സൊല്യൂഷൻ. ഇതല്ല നമുക്ക് ജനറൽ സൊല്യൂഷൻ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ സൊല്യൂഷൻ നമ്മളെന്ന് പറയാം ജനറൽ സൊല്യൂഷൻ. ഇനി ഇവിടെ ഈ ആർബിട്രറി കോൺസ്റ്റന്റ് ഇല്ലാത്ത സൊല്യൂഷൻ നമ്മൾ പാർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. ഇവിടെ സിയുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയത്തില്ല, അതൊരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ അതോടെ ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റന്റ് അവിടെ ഇല്ല, പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ പ്ലസ് സി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്നും ഈ ആർബിട്രറി കോൺസ്റ്റന്റ് ഇല്ലാത്ത സൊല്യൂഷൻ നമുക്ക് എന്തെന്ന് പറയാം? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇപ്പം നമ്മൾ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? dy by dx = sin x. ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്താണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞു? എക്സും ഡി എക്സും ഒന്നിച്ച് വൈയും ഡി വൈ ഒന്നിച്ച് ആ രൂപത്തിൽ എഴുതുന്നതിനെയാണല്ലോ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അങ്ങനെ ഒന്ന് എഴുതിയാൽ നമുക്ക് എന്താ എഴുതാം? dy = sin x dx. വൈയുടെ ടേംസ് ഒന്നിച്ചായി, എക്സിൻ്റെ ടേംസ് ഒന്നിച്ചായി. ഇനി ഞാൻ ഇൻ്റഗ്രേറ്റ്, അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. നമുക്ക് എന്താ കിട്ടും? ഇൻ്റഗ്രൽ dy ഇൻ്റഗ്രൽ sin x dx. അപ്പോൾ ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ എന്താണ്? y, ഇത് മൈനസ് കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇതല്ലേ ഇതിൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജനറൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇൻ്റഗ്രേഷൻ. നമ്മളിപ്പോൾ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം അവിടെ അതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അതായത് നമ്മളിപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്. വൈയും ഡി വൈ ഒന്നിച്ച്, എക്സും ഡി വൈ ഒന്നിച്ച്, എക്സും ഡി എക്സും ഒന്നിച്ച്. അപ്പം ഇതിൻ്റെ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ സെപ്പറേഷൻ ഫോളോഡ് ബൈ ഇൻ്റഗ്രേഷൻ. അങ്ങനെ ചെയ്താൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജനറൽ സൊല്യൂഷൻ എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയാൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കാണും? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് സെപ്പറേഷൻ ഫോളോഡ് ബൈ ഇൻ്റഗ്രേഷൻ ഗീവ്സ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ ഇതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് y - cos x + c. ഓക്കെ. അപ്പോൾ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ല, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the general solution. Find the general solution of the differential equation. Of the differential equation dy by dx is equal to x plus 1 by 2 minus y. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, നമുക്കറിയാം. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? dy by dx is equal to x plus 1 by 2 minus y. അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞ എന്താണ്? സെപ്പറേഷൻ ഫോളോഡ് ബൈ ഇൻ്റഗ്രേഷൻ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇതിന് y ഉള്ളതല്ല, വൈയുടെ ഫംഗ്ഷനുമായി ഡി വൈ ഒന്നിച്ചെഴുതിയാൽ 2 - y dy
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എക്സ് പ്ലസ് വൺ ഡി എക്സ്. ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആയില്ലേ, എക്സും ഡി എക്സും ഒന്നിച്ച് വൈയും ഡി വൈയും ഒന്നിച്ച്. ഇനി നമ്മുടെ അടുത്ത മെത്തേഡ് എന്താണ്? ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 2 - y dy ഇൻ്റഗ്രൽ എക്സ് പ്ലസ് വൺ ഡി എക്സ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കൊന്ന് എഴുതിയാൽ 2 × 2y - y²/2 = എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ s²/2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് പ്ലസ് സി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. പ്ലസ് സി കൂടെ ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ് എന്താണ്? ആദ്യം സെപ്പറേറ്റ് ചെയ്യണം. പറഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജനറൽ സൊല്യൂഷൻ. ദിസ് ഈസ് ദ വിച്ച് ഈസ് ദ റിക്വയർഡ് ജനറൽ സൊല്യൂഷൻ. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കാം. പ്രോബ്ലംസ്. Find the general solution. Of the following differential equations. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. dy/dx 1 + y²/1 + s². dy/dx = 1 - cos x /1 + cos x. C part. dy/dx √4 - y² where -2 less than y less than 2. D part. dy/dx plus y is equal to 1 where y not equal to 1. ഇത്ര ക്വസ്റ്റ്യൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത്. നമുക്ക് ഓരോരോ ഇക്വേഷനുകൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തത് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാം. ആദ്യത്തേത് dy/dx 1 + y²/1 + s². ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? dy നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ ക്വാണ്ടിറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്കൊന്ന് മാറ്റിയാൽ dy/1 + y² = dx/1 + s². ഒന്നൊക്കെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറിയില്ലേ? ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ dy/1 + y² = ഇൻ്റഗ്രൽ dx/1 + s². അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ dy/1 + s² sin ഇൻവേഴ്സ് x എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan ഇൻവേഴ്സ് x എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ എന്താണ്? tan ഇൻവേഴ്സ് y എന്ന് വരും. tan ഇൻവേഴ്സ് y = tan ഇൻവേഴ്സ് x + c. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റുക. അതിനുശേഷം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? dy/dx 1 - cos x /1 + cos x ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dy/dx 1 - cos x നമുക്ക് 2 sin² x/2 എന്ന് എഴുതും. 2 sin² x/2. ഇതിനെ നമുക്ക് 2 cos² x/2. നേരത്തെ ട്രിഗ്നോമെട്രി പഠിച്ച ഐഡന്റിറ്റീസ് ആണ്. 1 - cos x = 2 sin² x/2. 1 + cos x = 2 cos² x/2. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം tan² x/2.
ഇനിയിപ്പോൾ നമുക്ക് അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ dy ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ x/2 dx ഉണ്ട്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ലേ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് നോക്കാം. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ dy ഈക്വൽ ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ x/2 dx. ഇപ്പോൾ ടാൻ സ്ക്വയർ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതാനായിട്ട് പഠിച്ചത്? ടാൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ c² - 1 എന്ന് എഴുതിയതിന് ശേഷം വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. നേരത്തെ ഇൻ്റഗ്രേഷൻ പറഞ്ഞതാണ്. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ c² x/2 ഇൻ്റഗ്രൽ എന്താണ്? ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ x/2 ബൈ 1/2 എന്ന് വരും. ടാൻ x/2 പ്ലസ് 1/2 മൈനസ് ഇൻ്റഗ്രൽ 1dxൻ്റെ എക്സ് പ്ലസ് c എന്ന് വരും. c² ഇൻ്റഗ്രൽ c² x എന്താണ്? c² x മാത്രമല്ല ടാൻ x എന്ന് എഴുതാമായിരുന്നു. x/2 ഉള്ളതുകൊണ്ട് 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ എന്താണ്? y ആണ്. ഇവിടെ y is equal to tan x/2 by 1/2 minus x. ഇതിന് നമുക്ക് ഈ ഡിവൈഡ് ബൈ 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 tan x/2 minus x plus c എന്ന് എഴുതാം. So this is the general solution of the differential equation. നമുക്ക് സി പാർട്ടിലേക്ക് വരാം. സി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? dy by dx is equal to root of 4 minus y square. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2² minus y² എന്ന് എഴുതാം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻ്റഗ്രൽ dy by root of 2² minus y² is equal to dx എന്ന് എഴുതാം. ഇപ്പം വൈയും dy ഒന്നിച്ചായി, എക്സ് ഒന്നിച്ചായി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താലോ? ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dy ബൈ റൂട്ട് ഓഫ് 2² minus y² is equal to ഇൻ്റഗ്രൽ dx. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ റൂട്ട് ഓഫ് 1/√of a² minus s² എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് x/a എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് y/2. ഇതിന് ഇൻ്റഗ്രേഷൻ എഴുതാം, സൈൻ ഇൻവേഴ്സ് y/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ dx ബൈ a² minus s². റൂട്ടോട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതും? സൈൻ ഇൻവേഴ്സ് x/a എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഈ വേരിയബിൾ ബൈ a ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് y/2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് y/2. ഇതെന്താണ്? ഇൻ്റഗ്രൽ dx എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് സി എന്ന്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് y/2 ഇവിടെ ആണെങ്കിൽ ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി ആയിരിക്കും. നമുക്ക് നാലാമത്തെ പാർട്ടിലേക്ക് വരാം, ഡി പാർട്ടിലേക്ക് വരാം. ഡി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. dy by dx plus y is equal 1 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് dy by dx is equal to 1 minus y എന്ന് എഴുതാം. അപ്പോൾ dy by 1 minus y is equal to dx ഉണ്ട്. അല്ലെങ്കിൽ dx is equal to dy by 1 minus y എന്ന് എഴുതാം. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ലേ. നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇൻ്റഗ്രൽ dx സെക്കൻഡ് ഇൻ്റഗ്രൽ dy by 1 minus y. അപ്പോൾ ഇതിനെ നമുക്ക് താഴത്തെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിൽ വരികയാണ്. നമുക്ക് ലോഗ് മോഡ് ഡിഫറൻസ് അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ഒരു മൈനസ് കൂടി ഇട്ട് മൈനസ് dy by 1 minus y എന്ന് എഴുതാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും വാല്യൂന് വ്യത്യാസമൊന്നുമില്ല, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് x is equal to മൈനസ് ലോഗ്
മോഡ് 1 മൈനസ് വൈ പ്ലസ് സി എന്നുള്ളത് ഞാൻ ലോഗ് സി എന്നങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. വെറുതെ എഴുതുകയാണ്. കോൺസ്റ്റന്റ് നമുക്ക് എന്ത് എഴുതാം, ആ വെറും സി എന്ന് പറയുന്നതിന് പകരം ഞാൻ ലോഗ് സി എന്നങ്ങ് എഴുതുകയാണ്. അപ്പോൾ ഞാനിനി ത്രൂ ഔട്ട് ഇതിനെ മൈനസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് 1 മൈനസ് വൈ മോഡ് 1 മൈനസ് വൈ മൈനസ് ലോഗ് സി എന്ന് എഴുതാം. അപ്പൊ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. അപ്പൊ നമുക്ക് ഇതിനെ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് 1 മൈനസ് വൈ ബൈ സി എന്ന് എഴുതാം. അപ്പൊ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് എക്സ് ഈസ് ഈക്വൽ ലോഗ് 1 മൈനസ് വൈ ബൈ സി എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മൈനസ് വൈ ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു മൈനസ് എക്സ് ആയിരിക്കും. ഇ റൈസ് ടു 1 മൈനസ് എക്സ്. ഇവിടെ മോഡിട്ടാലും കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇഫ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു വൈ then x is equal to e raised to y നമ്മൾ പഠിച്ചിട്ടുണ്ട്. if log x is equal to y then x is equal to e raised to y ആണ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ അത് എഴുതിയത്. അതായത് 1 മൈനസ് വൈ ബൈ സി. ഇപ്പം ഇങ്ങനെയാണ് പറഞ്ഞത്, ലോഗ് 1 മൈനസ് വൈ ബൈ സി ഈക്വൽ ടു മൈനസ് എക്സ് ആണെങ്കിൽ, ഇപ്പം ലോഗ് എക്സ് ഈക്വൽ വൈ ആണെങ്കിൽ എക്സ് കാണണമെങ്കിൽ ഇ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ ഇതിനെ പവറായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ലോഗ് ദിസ് ക്വാണ്ടിറ്റി ഈസ് മൈനസ് എക്സ് ആണെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് വരും. പിന്നെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് വൈ ബൈ സി ഈക്വൽ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് വൈ എന്താണ്, സി ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് വരും. സോ വൈ ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് സി ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. സോ അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന y is equal to 1 minus c e raised to minus x ആണ്. ഞാൻ ഇതിനെ 1 plus a e raised to minus x എന്ന് എഴുതുക എന്ന് വിചാരിച്ചു. വേർ ഈ ക്യാപിറ്റൽ A is equal to minus c. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്താണ്, ഞാൻ ഇവിടെ ഈ മൈനസ് സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഞാൻ പ്ലസ് എ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. എ ആയിട്ട് എഴുതിയാൽ ഇതിനെങ്ങനെ എഴുതാം, 1 plus e raised to a e raised to minus x വേറെ a is equal to minus c ആണ്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ എ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയി. അതിനുശേഷം നമ്മളിങ്ങനെ പഠിച്ച ലോഗ് എക്സ് വൈ ആണെങ്കിൽ എക്സ് കാണാൻ എന്ത് ചെയ്യണം, ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്വാണ്ടിറ്റി ഇ റൈസ് ടു ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ലോഗ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണെങ്കിൽ ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ എഴുതി, 1 മൈനസ് വൈ ബൈ സി ഈസ് ഈക്വൽ ഇ റൈസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ അവിടെ വൈ ആണെന്ന് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വൈയിലേക്ക് ടേംസിലേക്ക് എഴുതി. അപ്പോൾ വൈ മാത്രമായിട്ട് ഒന്ന് കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഞാൻ ഈ മൈനസ് സി എ പ്ലസ് എ എന്ന് എഴുതി. അപ്പോൾ ഇതിനെ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 പ്ലസ് എ ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളിങ്ങനെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ആൻസർ തന്നെയാണ്. ഞാൻ അതിൻ്റെ നമ്മുടെ NCERT ടെസ്റ്റിൽ അവസാനം ആൻസർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഫോമിലേക്ക് അവസാനം അതിനെ കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. പ്ലസ് സി എന്ന് പറഞ്ഞ് നമ്മളവിടെ നിർത്തിയാലും കുഴപ്പമില്ല. അവസാനം ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ആൻസറിനെ കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ, ഈ ഒരു ക്വസ്റ്റിനിലേക്ക് മാത്രം. Look at the second question. Find the general solution of the following differential equation. 4 ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് c square x tan y dx tan y dx plus c square y tan x dy is equal to 0. അപ്പോൾ ഇവിടെ ടാൻ എക്സ് വൈയും ഇവിടെ ഒരു ടാൻ എക്സും ഇല്ലായിരുന്നു, സെപ്പറബിൾ ഫോമിൽ, വേരിയബിൾ സെപ്പറബിൾ ഫോമിലല്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ഒഴിവാക്കാനായിട്ട് ഡിവൈഡ് ബൈ
ടാൻ വൈ ടാൻ എക്സ്. അപ്പോൾ ഇവിടെ ടാൻ വൈ ടാൻ എക്സ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് വന്നേനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാൻ ബൈ ടാൻ എക്സ് കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നത് നോക്കാം. സി സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് വൈ ടാൻ ബൈ ടാൻ എക്സ് സി സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ വൈ ടാൻ വൈ ടാൻ എക്സ് ഈക്വൽ ടു 0 ബൈ ടാൻ ബൈ ടാൻ എക്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്തു. ഇവിടെ ടാൻ വൈ ക്യാൻസൽ ചെയ്യും, ഇവിടെ ടാൻ എക്സ് ക്യാൻസൽ ചെയ്യും. അവസാനം എന്ത് കിട്ടും? സി സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് സി സ്ക്വയർ വൈ ഡി വൈ ബൈ ടാൻ വൈ. 0 ബൈ any quantity x, 0 ബൈ any number is 0. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എക്സ് ഡി എക്സ് ഒന്നിച്ചായി, വൈ ഡി വൈ ഒന്നിച്ചായി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ടാൻ എക്സ് ഇൻ്റഗ്രൽ സി സ്ക്വയർ വൈ ഡി വൈ ബൈ ടാൻ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ഡി എക്സ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തെ തന്നെ കറക്റ്റ് ഡിഫറൻസിയേഷൻ വരും. ടാൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ഈ സ്ക്വയർ എക്സ് ആയതുകൊണ്ട് നമുക്ക് ലോഗ് മോഡ് ടാൻ എക്സ് എന്ന് എഴുതാം. പ്ലസ് ഇവിടെ ലോഗ് മോഡ് ടാൻ വൈ ഈക്വൽ ടു ഇതിനെ ഞാൻ ഇൻ്റഗ്രൽ 0 ഡി എക്സിന് വല്ല C1 എന്ന് വല്ല പേര് കൊടുക്കുക. ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 ഡി എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ലോഗ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ആയിരുന്നു ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ലോഗ് വന്നുകൊണ്ട് നമുക്കിതിനെ ലോഗ് ടാൻ എക്സ് ടാൻ വൈ എന്ന് എഴുതാം. ഈ C1 ഞാൻ ലോഗ് സി എന്നങ്ങ് എഴുതുകയാണ്. വേർ ലോഗ് സി ഈസ് ഈക്വൽ ടു വേർ ലോഗ് സി ഈസ് ഈക്വൽ ടു C1. അപ്പോൾ C1 ഞാൻ ലോഗ് സി എന്ന് പറഞ്ഞ് നമുക്ക് പേര് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് നമുക്ക് ലോഗരിതമുണ്ട്. അപ്പോൾ ലോഗരിതം ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ വേണേൽ ലോഗ് മോഡ് സി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. വേറെ ലോഗ് മോഡ് സി. അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് ലോഗരിതം എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ എക്സ് ടാൻ വൈ equal to C എന്ന്. So this is the general solution. Tan x tan y is equal to C is the general solution of this differential equation. ഇനി അടുത്ത് നമുക്ക് ബി പാർട്ടിലേക്ക് വരാം. ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? e raised to x plus e raised to minus x dy minus e raised to x minus e raised to minus x dx equal to 0. ഇപ്പം ഞാൻ മൈനസ് ക്വാണ്ടിറ്റി അങ്ങോട്ട് കൊണ്ടുപോയാൽ അപ്പുറത്താണ് എഴുതിയാൽ എങ്ങനെ എഴുതാം? e raised to x plus e raised to minus dy is equal to e raised to x minus e raised to minus x dx. അപ്പം ഞാൻ ഡി വൈ ഇവിടെ നിർത്തിയാൽ നമുക്കിവിടെ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെ ഡി വൈ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ടേംസ് അങ്ങേ സൈഡിലേക്ക് കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പം ഇൻ്റഗ്രേറ്റ് ഡി വൈ ഇൻ്റഗ്രേറ്റ് e raised to x minus e raised to minus x by e raised to x plus e raised to minus x dx. അപ്പോൾ നമുക്കറിയാം താഴത്തെ തന്നെ കറക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്താണെന്ന് നോക്കാം. ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സും അടുത്തത് ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 എന്ന് വരും. അപ്പോൾ അതെന്താണ്? ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ താഴത്തെ തന്നെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ എഴുതാം.
ഇത് ലോഗ് മോഡ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് എഴുതും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് വരാം. സി പാർട്ടിൽ dy by dx is equal to 1 plus s square into 1 plus y square. ഇവിടെ ഞാൻ ഈ വൈയുടെ ടേംസ് ഒന്നിച്ചുകൊണ്ടാണ് dy by 1 plus y square is equal to 1 plus s square dx. ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഇവിടെയും കൊണ്ടുപോകും. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ലേ. അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy by 1 plus y square is equal to integral 1 plus s square dx. ഇനി അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പം ഇതിന് പകരം നമുക്ക് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. ഇതിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് വൈ ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 1 plus s square ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന പോലെ ഇൻ്റഗ്രൽ ഡി ബൈ 1 plus y square ടാൻ ഇൻവേഴ്സ് വൈ ആണ്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് 1ൻ്റെ ഇൻ്റഗ്രേഷൻ എക്സും എസ് സ്ക്വയറിൻ്റെ എസ് ക്യൂ ബൈ 3 പ്ലസ് സി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് ഡി പാർട്ട് കൂടെ ഒന്ന് നോക്കാം. ഡി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈ ലോഗ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ സിക്കൽ ടു 0. ഞാൻ ആ ക്വാണ്ടിറ്റി റൈറ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വൈ ലോഗ് വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡി വൈ എന്ന് എഴുതും. ഇപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡി എക്സ് ബൈ എക്സ് ഞാൻ ഈ എക്സ് കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. ഡി വൈ ബൈ വൈ ലോഗ് വൈ. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ 2 ടേം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് ടി ഇസ് ഈക്വൽ ടു ലോഗ് വൈ. അപ്പോൾ ഡി ടി ബൈ ഡി വൈ എന്ത് വരും? 1 ബൈ വൈ എന്ന് വരും. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ വൈ എന്ന് വരും. അപ്പോൾ ഇതിനെ ടിയുടെ ടേംസിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 1 ബൈ ടി ഡി ടി എന്നല്ല, ഡി വൈ ബൈ വൈക്ക് വരെ നമ്മൾ ടി എന്ന് എഴുതി. ഇത് 1 ബൈ ലോഗ് വൈ 1 ബൈ ടി എന്ന് എഴുതി ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന്. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ലേ. ഇനി നമുക്കതിനെ ഞാൻ ആദ്യം വൈ പുറത്താ സാധാരണ വരുന്നതുകൊണ്ട് നമുക്ക് ടി 1 ബൈ ടി ഡി ടി ഇസിക്കൽ ടു ഡി എക്സ് ബൈ എക്സ് എന്ന് എഴുതി. ഇനി ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? നമ്മൾ സാധാരണ വൈ ലെഫ്റ്റ് സൈഡിലും എക്സ് റൈറ്റ് സൈഡിലുമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ടി ഒക്കെ വൈയുടെ ടേംസിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇപ്പോൾ 1 ബൈ ടി ഡി ടി ഇൻ്റഗ്രൽ 1 ബൈ ടി ഡി ടി ഇസിക്കൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ലോഗ് മോഡ് ടി സിക്കൽ ലോഗ് മോഡ് എക്സ് പ്ലസ് ഞാൻ ലോഗ് സി എന്നങ്ങ് എഴുതുകയെന്ന് വിചാരിച്ചു. ഇവിടെ കോൺസ്റ്റന്റ് വെറും സിക്ക് വരും, വെറും സി എന്ന് എഴുതിയാൽ മതി. ഞാൻ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ലോഗ് മോഡ് സി എന്ന് എഴുതി. ഇനി എന്തിനാണ് അങ്ങനെ എഴുതിയാൽ നമുക്ക് നോക്കാം. അപ്പോൾ ലോഗ് ലെഫ്റ്റ് സൈഡ് നമുക്ക് ലോഗ് മോഡ് ടി സിക്കൽ ടു. ഇപ്പം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി, അതായത് എക്സ് ഇൻറ്റു സി, അല്ലെങ്കിൽ സി എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. സി ഇൻറ്റു എക്സ് എന്നോ എക്സ് ഇൻറ്റു സി എന്ന് എഴുതും. ഇപ്പോൾ രണ്ട് സൈഡിൽ ലോഗരിതം ഉള്ളതുകൊണ്ട് അത് എടുത്താൽ നമുക്ക് ടി സിക്കൽ ടു സി എക്സ് എന്ന് എഴുതും. അല്ലെങ്കിൽ മോഡ് ടി സിക്കൽ മോഡ് സി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ടി സിക്കൽ ടു സി എക്സ് എന്ന് നമ്മൾ എഴുതിയാൽ വാട്ട് ഈസ് ടി? നമ്മൾ എന്തായിരുന്നു ടി ആയിട്ട് എടുത്തിരുന്നത്? കുട്ടി ടി സിക്കൽ ടു ലോഗ് വൈ എന്ന്. അപ്പോൾ ലോഗ് വൈ സിക്കൽ ടു സി എക്സ് എന്ന്. കാരണം എന്താണ്? കുട്ടി ടി സിക്കൽ ലോഗ് വൈ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇടയ്ക്ക് എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ ടി കാണുന്നിടത്ത് നമ്മൾ ലോഗ് വൈ എഴുതി. അപ്പോൾ വൈ എഴുതാം ഇ റൈസ് ടു സി എക്സ് എന്ന്. വൈ സിക്കൽ ടു ഇ റൈസ് ടു സി എക്സ്. അതെന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇഫ് ലോഗ് എക്സ് ഇസിക്കൽ ടു വൈ ദെൻ എക്സ് ഇസിക്കൽ ടു ഇ റൈസ് ടു വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ലോഗ് വൈ ഇസിക്കൽ ടു സി എക്സ് ആണെങ്കിൽ വൈ എന്താണ്? ഇ റൈസ് ടു സി എക്സ് ആയിരിക്കും. അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് പറയാവുന്നത് എന്താണ്?
ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് y log y dx മൈനസ് എക്സ് ഡി വൈ ഇസിക്കൽ 0 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ y ഇസിക്കൽ ഇ റൈസ് ടു സി എക്സ്. നമുക്ക് ഇവിടെ വെച്ച് വേണം നിർത്താം, ഇതിൻ്റെ മുമ്പത്തെ സ്റ്റെപ്പ് വെച്ച് വേണം നിർത്താം. നമ്മളൊരു ഭംഗിക്ക് എഴുതുമ്പോൾ y ഇസിക്കൽ ഇ റൈസ് ടു സി എക്സ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും.